ഇടുക്കി നെടുങ്കണ്ടം പച്ചടിയിൽ ഇരട്ട കൊലപാതകമെന്ന സംശയം പോലീസ് നടത്തിയ പരിശോധനയിൽ ശരീരഭാഗങ്ങൾ കണ്ടെടുത്തു. പച്ചടി സ്വദേശി മേരിക്കുട്ടി, മകൻ റെജി എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തും. പ്രതിയെന്ന് സംശയിക്കുന്ന സജി ഒളിവിലാണ്. റെജിയും സഹോദരൻ സജിയും തമ്മിൽ മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്നത് പതിവാണെന്ന് ബന്ധു പറയുന്നു. ഒരാഴ്ച എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ പറയുന്ന കഴിഞ്ഞ 9 തൊട്ട് കാണുന്നില്ല പറഞ്ഞു. 9 തൊട്ട് നമുക്കറിയില്ല അത് ശരിക്കും. ഈ സംശയം തോന്നിൻ്റെ പേരിലാണ് നമ്മൾ ഈ സജിയെ ഫോണിൽ വിളിക്കാറുണ്ടായിരുന്നു. ഇല്ല, വിളിക്കാറൊന്നുമില്ല. വിളിച്ചാൽ ഞങ്ങളെ ഇങ്ങനെ അടുപ്പിക്കൽ കരുതി രണ്ടുപേരും കരുതില്ല. വഴക്കും വെക്കാണോ തമ്മിൽ അങ്ങോട്ട് അടിയും ഇടിയും വെള്ളമൊക്കെയാണ്. ഞങ്ങളെ കരുതി ഞങ്ങളൊന്നും വരാറുമില്ലായിരുന്നു. ഈ അമ്മേനെ 2 വർഷം മുന്നേ ഞാൻ തേനിക്കാണാൻ കൊണ്ട് ചികിത്സിച്ച് പോയത്. ഇവിടെ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഈ രണ്ടുപേരും തമ്മിൽ എപ്പോഴും കള്ളുപൊടിയും അലമ്പുക ചേട്ടന്മാർ. ജോയ്മോൻ ജോസ് നൽകും ഇടുക്കിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. ജോയി, ഈ കാണാതായ അല്ലെങ്കിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയ റെജിയുടെയും മേരിക്കുട്ടിയുടെയും ഇരട്ട കൊലപാതകം എന്ന സംശയത്തിലേക്കാണല്ലോ പോലീസ് നീങ്ങുന്നത്. ഈ പ്രതിയെന്ന് സംശയിക്കുന്ന സജി ഒളിവിലാണ് താനും. ഇയാൾക്കായി അന്വേഷണം തുടരുകയാണോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? അരുണ്യ, ഈ ഇടുക്കി നെടുങ്കണ്ടത്തുണ്ടായത് ഇരട്ട കൊലപാതകം എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് തന്നെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ നീങ്ങുന്നത്. നമുക്കറിയാം, ഇന്ന് പോലീസ് ഈ റെജിയുടെയും അതുപോലെ തന്നെ മേരിക്കുട്ടിയുടെയും വീട്ടിന്റെ പുരയിടത്തിൽ നടത്തിയ പരിശോധനയിൽ ആണ് ഇത്തരത്തിൽ 2 ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്നത്. വിശദമായ പരിശോധനയിൽ 2 മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയുണ്ടായി. അത് മണ്ണിൽ കുഴിച്ചുമൂടിയ നിലയിലായിരുന്നു ഈ 2 മൃതദേഹങ്ങളും. ഇതിൽ തന്നെ പ്രാഥമിക ഘട്ടത്തിൽ ഇത് ഇവരുടേതാണ്. ഈ 76-ആയ മേരിക്കുട്ടിയും അതുപോലെ തന്നെ ഇവരുടെ മകൻ റെജിയുടെയുമാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും ഇവരുടേതാണെന്നുള്ള സംശയത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ നിലവിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയേണ്ടത് ഈ റെജിയുടെ ഇളയ സഹോദരനായ സജി, ഇയാൾ നിലവിൽ ഒളിവിലാണ്. അതായത് ഇന്നലെയാണ് ഇത്തരത്തിൽ ഇവരെ കാണാതാകുന്നതിന് പിന്നാലെ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നതും പിന്നാലെ ഇത് നടത്തിയ പരിശോധനയിൽ വീടിന്റെ സമീപത്ത് മണ്ണിട്ട് മൂടിയ നിലയിൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തുകയുണ്ടായിരുന്നു. എന്നാൽ പോലീസ് എത്തിയ ഉടനെ, അതായത് പോലീസ് ഇവരുടെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഇവരുടെ ഇളയ സഹോദരനായ സജി ആയിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. പക്ഷേ ഇയാൾ പോലീസിനെ കണ്ട ഉടനെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ നിലവിൽ ഇയാളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ഇയാളാണ് ഈ കൊലപാതകം നടത്തിയത് എന്നൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇയാളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് അന്വേഷണം നിലവിൽ. അപ്പോൾ എന്തായാലും ഇന്ന് ഇത് രാവിലെയാണ് ഇത്തരത്തിൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തുകയും പിന്നാലെ പോലീസും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി 2 മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ശേഷം ഇത് ഇവരുടേതാണ്, അതായത് മേരിക്കുട്ടിയുടെയും അതുപോലെ തന്നെ കാണാതായ റെജിയുടെയുമാണെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇതിനായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കും. അതായത് ഈ ശരീരഭാഗങ്ങൾ കണ്ടെത്തി അവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും നിലവിൽ ഈ പോസ്റ്റ്മോർട്ടം ഒരു കാര്യം കൂടി, ഈ കൊലപാതക വിവരം, ഈ കാര്യം പുറത്തേക്ക് ആളുകൾ അറിഞ്ഞത് എങ്ങനെയാണ്? അരുണിയ, ഇന്നലെ ഈ പരാതി ലഭിച്ചതിന് പിന്നാലെ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. അതായത് ഇവരെ 2 പേരെയും കാണാനില്ല എന്ന ബന്ധുവാണ് പരാതി നൽകുന്നത്. അതായത് സംശയം തോന്നി ബന്ധു പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു. അപ്പോൾ പോലീസ് സ്ഥലത്തെത്തുന്ന സമയത്ത് ഈ ഇളയ സഹോദരനായ സജി മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ഇയാളോട് സംസാരിക്കുകയും അതുപോലെ തന്നെ ഈ കാണാതായ മേരിക്കുട്ടിയുടെ സഹോദരിയോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഇവരിൽ നിന്ന് സംസാരിച്ചതിൽ നിന്ന് ലഭിച്ച മറുപടികൾ തൃപ്തികരമല്ലായിരുന്നു. അപ്പോൾ അതിലൊരു സംശയം തോന്നിയിട്ടാണ് പോലീസ് പരിസരം ഉൾപ്പെടെ പരിശോധിക്കുകയും അങ്ങനെ പരിസരം പരിശോധിച്ചതിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു ഭാഗത്തെ, അതായത് ഈ വീടിനോട് ചേർന്ന് പുരയിടത്തിലുള്ള പറമ്പിൽ ഒരു ഭാഗത്തെ മണ്ണ് നീക്കിയ നിലയിൽ കാണുന്നു. അപ്പോൾ ആ ഒരു സംശയം കൂടുതൽ പോലീസിന് സംശയം കൂടുതൽ ശക്തിപ്പെടുകയും പിന്നാലെ ആ ഒരു സ്ഥലം മണ്ണ് പരിശോധന നടത്തുകയും ചെയ്തു. ഇത്തരത്തിൽ മണ്ണ് പരിശോധിക്കുന്നതിനിടെയാണ് ശരീരഭാഗങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തത്. അപ്പോൾ നേരത്തെ നമുക്കറിയാം, ഈ ബന്ധുവിന്റെ ഉൾപ്പെടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം, ഈ സജിയും അതുപോലെ തന്നെ റെജിയും തമ്മിൽ മദ്യപിച്ച് വഴക്കുണ്ടാവാറുള്ളത് പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ എന്തായാലും ഈ റെജിയും സജിയും തമ്മിൽ മദ്യപിച്ച് ഈ വീട്ടിൽ സ്ഥിരമായ വഴക്കുണ്ടായിരുന്നു എന്നാണ് അയൽവാസികൾ സംബന്ധിച്ച് പറയുന്നത്. ഇരട്ട കൊലപാതകം എന്ന സ്ഥിരീകരണത്തിലേക്കാണ് പോലീസ് നീങ്ങുന്നത് ഈ ഘട്ടത്തിൽ. കണ്ടെത്തിയ മൃതദേഹം സ്ഥലത്ത് വെച്ച് തന്നെ എന്തായാലും പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ചെയ്യും. ജോയ്മോൻ ജോസാണ് ഈ വിവരങ്ങളെല്ലാം നൽകിയത്.